അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സവിശേഷമായ ബലിപെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഹജ്ജ് നമ്മിൽ ഒരുപാട് ചിന്തകൾ ഉണർത്തുന്നുണ്ട്. പല സാഹചര്യങ്ങൾ ഒരുമിച്ച് കൂടുന്ന സവിശേഷമായ ഒരു അനുഷ്ഠാനമാണ് ഹജ്ജ്. ഇസ്ലാമിനെ കൂടുതൽ അടുത്തറിയാൻ നമുക്ക് ഹജ്ജ് ഏറെ ഉപകരിക്കുന്നുണ്ട് എന്ന് പറയാം. എന്താണ് ശരിക്കും ഹജ്ജിൻ്റെ ലക്ഷ്യം? ഹജ്ജിലൂടെ നേടേണ്ടത് എന്താണ്? പൊതുവെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തഖ്വ നേടുക, ഭക്തി ആർജിക്കുക എന്നതാണ് ലക്ഷ്യമായിട്ട് പറയാം. പക്ഷെ ഹജ്ജിൽ അങ്ങനെയല്ല. തഖ്വ നേടിയവനാണ് ഹജ്ജിന് പോകേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലക്ഷ്യം? ഖുർആൻ അരുളുന്നു, ലിയഷ്ഹദു മനാഫിഅ ലഹും. ഹാജിമാർ അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ പ്രയോജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ഖുർആൻ്റെ പരാമർശം. അത് വളരെ വിശാലമായൊരു കാഴ്ചപ്പാടിലാണ്. ശരിക്കും ഇങ്ങനെ പറയാറുണ്ടല്ലോ, 25 ലക്ഷം ഹാജിമാർ അവിടെ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഹാജിയും അനുഷ്ഠിക്കുന്ന കർമ്മം ഒന്നാണ്, പക്ഷേ അവരുടെ അനുഭൂതികൾ വ്യത്യസ്തമായിരിക്കും അല്ലേ? അങ്ങനെ വരുമ്പോൾ ലിയഷ്ഹദു മനാഫിഅ ലഹും, ഹാജിമാർ അവർക്കുള്ള പ്രയോജനങ്ങൾക്ക് സാക്ഷികളാവാൻ എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും ഒരു ലോകമാണെന്ന് പറയാം. വ്യത്യസ്തമായ അനുഭവങ്ങളും ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് മനുഷ്യരവിടെ ഒത്തുചേരുന്നത്. അവർക്കൊക്കെയും അവരുടേതായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ആത്മീയ ദാഹത്തിനുള്ള ശമനം എല്ലാം അവിടെ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഹജ്ജ് നിരന്തരമായിട്ട് വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കർമ്മമാണ്. മാത്രമല്ല ഹജ്ജിലെ കർമ്മങ്ങളൊക്കെയും സിംബോളിക്കാണ്, പ്രതീകാത്മകമാണ് എന്ന് പറയാറുണ്ട്. എത്ര തന്നെ നമ്മൾ വിശകലനം നടത്തിയാലും സകല വ്യാഖ്യാനങ്ങൾക്കും ശേഷം ബാക്കിയാകുന്നത് എന്താണോ അതാണ് ഹജ്ജ് എന്ന് പറയാം. ഹജ്ജ് കേവലം ഒരു അനുഷ്ഠാനം, ഒരു ആത്മീയ അനുഷ്ഠാനം മാത്രമാണോ? അങ്ങനെ പല തീർത്ഥാടനങ്ങൾ നടക്കാറുണ്ടല്ലോ. പക്ഷെ ഹജ്ജ് പലപ്പോഴും അങ്ങനെയല്ല. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ ഇഹത്തിൽ നന്മ നൽകണമേ, പരത്തിലും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് കാത്തോളണേ എന്നാണ് പ്രാർത്ഥന. അവിടെ ആദ്യം പറയുന്നത് ഐഹിക ജീവിതത്തിൽ നന്മ ലഭിക്കാനാണ്. തുടർന്ന് പരലോക നന്മയെക്കുറിച്ച് പറയുന്നു. ഇസ്ലാമിൻ്റെ സന്തുലിതമായ ആ കാഴ്ചപ്പാട് അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ശരിക്കും ഇങ്ങനെ ഉത്തരം കിട്ടുന്ന ഇടങ്ങളിൽ ആത്മീയതയുടെ പൂർണ്ണത ആസ്വദിക്കാൻ കഴിയുന്ന ഇടത്തെത്തുമ്പോൾ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മുൻഗണന പറയേണ്ടത്. പക്ഷെ അവിടെ ആദ്യം ഇഹലോകം പറയുന്നു, പിന്നെ പരലോകം പറയുന്നു എന്ന് കാണാം. അതിനൊക്കെ അപ്പുറം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു തലം ഖുർആൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു കച്ചവടക്കാരന്
തൻ്റെ കച്ചവടച്ചരക്കുമായിട്ട് ഹജ്ജിന് പോകാമോ? സാധാരണഗതിയിൽ നമ്മൾ എന്ത് പറയും? അതൊക്കെ നിൻ്റെ കർമ്മങ്ങളെ ബാധിക്കും, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നാണ്. പക്ഷേ ഖുർആൻ തന്നെ വെളിപ്പെടുത്തുന്നു, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൻ്റെ ഔദാര്യം നിങ്ങൾ തേടുന്നതിൽ യാതൊരു വിരോധവുമില്ല. എപ്പോൾ? ഹജ്ജ് വേളയിൽ ഒരു കച്ചവടക്കാരൻ അവൻ്റെ ചരക്കുമായിട്ട് ഹജ്ജിന് പോകാം, കച്ചവടം നടത്തി ലാഭമുണ്ടാക്കാം. പക്ഷെ അടിസ്ഥാന ലക്ഷ്യം കച്ചവടമാകരുത്, ലക്ഷ്യം ഹജ്ജാവണം. അതോടൊപ്പം അയാൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കാൻ അനുവാദമുണ്ട്. ഇങ്ങനെ ഒരു ആത്മീയത ഇസ്ലാം അല്ലാതെ മറ്റ് ഏത് ജീവിതക്രമമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് ഹജ്ജും അതിലെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഅബയെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ആ വാക്കിൻ്റെ അർത്ഥം ഒരു ചതുരം എന്ന് മാത്രമാണ്. ചതുര കെട്ടിടമാണല്ലോ കഅബ, അല്ലാതെ മറ്റൊരു പേരും അതിന് നൽകപ്പെട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അതിനോട് ആരാധനാഭാവം മനുഷ്യന് വന്നുകൂടാനിടയുണ്ട് എന്നതുകൊണ്ടായിരിക്കാം, അല്ലേ? വിശ്വാസികളെ ഏകീകരിക്കുന്ന കേന്ദ്രമാണ് കഅബ. 5 നേരം നമ്മുടെ മുഖവും ശരീരവും തിരിച്ചു വയ്ക്കുന്നത് അങ്ങോട്ടാണ്. മരിച്ച ഖബറിൽ കിടക്കുമ്പോഴും മുഖം വെക്കുന്നത് അങ്ങോട്ടാണ്. മനുഷ്യരുടെ ആശാകേന്ദ്രമാണ്, അഭയസ്ഥാനമാണ് എന്നൊക്കെ ഖുർആൻ പറയുന്നു. പക്ഷേ അതിനോട് ആരാധനാഭാവം ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഗാംഭീര്യം, നമ്മൾ പലവിധ സൗകര്യങ്ങളുള്ള വീടുകൾ കെട്ടിപ്പടുക്കാറുണ്ട്, പക്ഷേ അതൊരു കറുത്ത തുണി കൊണ്ട് മൂടിപ്പൊതിഞ്ഞിട്ടുള്ള വളരെ ലളിതമായൊരു കെട്ടിടമാണ്, എന്നാൽ ഏറെ ഗാംഭീര്യം നിലനിൽക്കുന്നു. അവിടെ ഒരു കല്ലുണ്ട്, ഹജറുൽ അസ്വദ്, അല്ലേ? സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സ്ഥാപിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുനഃസ്ഥാപിച്ചതാണ്. അത് തവാഫിൻ്റെ അടയാളമാണ്, അതിനെ ചുംബിക്കൽ പുണ്യമാണ്. പക്ഷെ അതിൻ്റെ പേര് കറുത്ത കല്ല് എന്ന് മാത്രമാണ്, അല്ലേ? ഹജറുൽ അസ്വദ് എന്ന് മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന ക്രാന്തദർശി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ആ കല്ലിനെ നോക്കിയിട്ട്, നീ വെറും കല്ലാണ് എന്ന് പറയുന്നു. ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല, പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നില്ലെങ്കിൽ എന്ന് വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാജിയെക്കുറിച്ച് പറയുമ്പോൾ ഹാജി പലതരം വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചാണ് ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ പ്രവേശിക്കുന്നത്. വേറെ വില കൂടിയത്, അതുപോലെ മിനുസമുള്ളത്, സ്ഥാനവസ്ത്രങ്ങൾ എല്ലാം അഴിച്ചു വെച്ച് കേവലം ഒരു 2 ഖണ്ഡം തുണിയിലേക്ക് മാറുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പ്രതീകാത്മകമായ കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് അപ്പോൾ ലക്ഷ്യം? ഒരു നാട് അല്ല ലക്ഷ്യം, ഒരു കെട്ടിടം അല്ല ലക്ഷ്യം. അതിനപ്പുറം അള്ളാഹു ലക്ഷ്യമാവുക, ആത്മശുദ്ധീകരണം ലക്ഷ്യമാവുക എന്നത് ഹജ്ജിലൂടെ മുഖ്യമായി ഉദ്ദേശിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹാജിമാർ ഇപ്പോൾ അവിടെ നിരന്തരമായ ചലനങ്ങളിലാണ്. മിനായിലേക്ക് പോകുന്നു, അവിടെ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുന്നു, അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക്, വീണ്ടും മിനയിലേക്ക്, പിന്നെ മസ്ജിദുൽ ഹറാമിൽ അവിടെ തവാഫ്, സഅയ്, വീണ്ടും മിനയിലേക്ക്, കല്ലേറിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ നിരന്തരമായ ചലനങ്ങളാണ്. ജീവിതം ചലനാത്മകമാവണം, എവിടെയും കെട്ടി നിൽക്കുന്ന അവസ്ഥയിലാകരുത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ശരിക്കും ഹാജിമാർ ഈ വർഷം ഒരു 18 ലക്ഷത്തിലേറെ ഹാജിമാർ അവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ആ ലക്ഷങ്ങൾക്കിടയിലേക്ക് ഹാജി എടുത്തെറിയപ്പെടുകയാണ്, അല്ലേ? ശരിക്കും എടുത്തെറിയപ്പെടുകയാണ്. എന്നിട്ടോ അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിൽ തട്ടിമുട്ടി പല വിധത്തിലും പല ത്യാഗങ്ങളും അനുഷ്ഠിച്ച് അയാൾ ഒടുവിൽ നല്ല ഒരു ശുദ്ധമായ വെള്ളാരങ്കല്ല് പോലെ പുറത്തേക്ക് വരുന്നു എന്ന് പറയാം. ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ മലമുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന കല്ലുകളില്ലേ, അതിൽ കൂർത്തുമൂർത്ത അഗ്രങ്ങളുണ്ടാവും. പിന്നെയും അടുത്ത മഴക്കാലത്ത് താഴോട്ട് വീണ് അങ്ങനെ ആ അഗ്രങ്ങളൊക്കെ, മൂർച്ചയുള്ള ഭാഗങ്ങളൊക്കെ പദം വന്ന് ആ കല്ല് സോഫ്റ്റാവും, അങ്ങനെ നല്ല വെള്ളാരങ്കല്ലായിട്ട് മാറും എന്ന് പറയും പോലെയാണ് ഇങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഹാജി കൂടുതൽ വിശുദ്ധി നേടിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെറ്റുവീണ കുഞ്ഞിൻ്റെ വിശുദ്ധിയിലേക്കാണ് ഹാജി വരുന്നത് എന്ന് പഠിപ്പിക്കുന്നത്. എല്ലാത്തിലും ഉപരിയായിട്ട്
ഹജ്ജ് ഒരു വിനോദയാത്രയല്ല, അത് ത്യാഗനിർഭരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെ പരിപൂർണമായും സ്വന്തം ജീവിതത്തിൽ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം, അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ശരിക്കും ഹജ്ജിലെ ചലനങ്ങളും കർമ്മങ്ങളും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ലോക ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ദുൽഹജ്ജ് 10 അവിടെ യൗമുൻ നഹർ എന്ന നിലയ്ക്ക് അവർ കൂടുതൽ കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന ദിനത്തിൽ ആണല്ലോ ലോകത്ത് ബലിപെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത്. ബലിപെരുന്നാൾ എന്നാണ് അതിൻ്റെ പേര്. അവിടെ മൃഗബലി നടക്കുന്നുണ്ട്, അതോടൊപ്പം അത് പെരുന്നാൾ ആഘോഷമായിട്ട് മാറുന്നു. അതിലും ഒരു പ്രതീകാത്മകതയുണ്ട്. എന്താണ്? മൃഗത്തെ ബലി നൽകുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുവെ പ്രാപിക്കുന്നത്, മറിച്ച് വലാക്കി യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിലെ തഖ്വാബോധമാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നു. സാധാരണ അങ്ങനെ പലതരത്തിലുള്ള ആരാധനാ രീതികളുണ്ടല്ലോ. ബലിക്കല്ലിൽ ബലിമൃഗത്തിൻ്റെ രക്തം കൊണ്ടുവന്ന് അത് ഒഴുക്കുക, അതുപോലെ ബലിമാംസം വിഗ്രഹങ്ങൾക്ക് മുകളിൽ ചാർത്തുക, അങ്ങനെ ഒരു രീതിയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ ബലി നൽകുന്നത് അവനവൻ്റെ ഇഷ്ടങ്ങളെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പുത്രനെ ബലി നൽകുവാൻ സന്നദ്ധനാകുന്നത് പോലെ എന്ന വലിയൊരാശയം അതിലുണ്ട്. ഖുർആൻ എന്നിട്ട് ബലി പെരുന്നാളിനെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. കദാലിക സഖറഹ ലക്കും, ഇപ്രകാരം നിങ്ങൾക്ക് നാം ഈ ബലിമൃഗത്തെ അല്ലാഹു സുബ്ഹാനഹു തആല കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലി തുകബ്ബിറുല്ലാഹ അലാ മഹദാക്കും, അവൻ നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിന് അവനെ വാഴ്ത്തി പറയാൻ വേണ്ടിയിട്ട്. വബശ്ശിരിൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക് സന്തോഷവാർത്ത എന്ന് ആ സൂക്തത്തിൽ പരാമർശിക്കുന്നുണ്ട്. ബലിപെരുന്നാൾ ശരിക്കും ഈ സമൂഹത്തിൻ്റെ സംസ്കാരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഓരോ ആഘോഷവും സമൂഹത്തിൻ്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ശൈലിയിൽ എങ്ങനെയാണ് നമ്മൾ ആഘോഷത്തെ കാണേണ്ടത്? പ്രത്യേകമായി തന്നെ ഈ പ്രകൃതി വിശുദ്ധിയുള്ള ജീവിതശൈലിയായി ഇസ്ലാം അതിൻ്റെ രീതികൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? പുതുവസ്ത്രങ്ങൾ അണിയണം, നന്നായിട്ട് കുളിച്ച് വൃത്തിയാവണം, അതേപോലെ തന്നെ സുഗന്ധം പൂശണം. അങ്ങനെ ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ പള്ളികളിലേക്ക് നമസ്കാരത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാനാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതിൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക, അതൊരു പ്രയാസമായിട്ട്, പുത്തനുടുപ്പെടുക്കാൻ പണമില്ലാത്തവർക്ക് പ്രയാസമായിട്ട് മാറരുത് എന്നുള്ളതാണ്. ബലിപെരുന്നാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ബലിപെരുന്നാളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ, രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിക്കാതെ ആവണം നമ്മൾ ബലിപെരുന്നാളിന് പള്ളികളിലേക്ക് പുറപ്പെടേണ്ടത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ ബലി കഴിഞ്ഞിട്ട് ബലി നടന്ന് അതിൻ്റെ മാംസം വേവിച്ച് കഴിക്കലാണ് പ്രവാചകൻ്റെ സുന്നത്ത്. അന്നാണ് ബലി നടക്കുന്നതെങ്കിൽ ആ രീതി തീർച്ചയായിട്ടും നമുക്കും അവലംബിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക, ആ വഴിയിൽ കാണുന്നവർക്കൊക്കെയും പെരുന്നാൾ ആശംസകൾ കൈമാറുക, മറ്റൊരു വഴിയിലൂടെ തിരിച്ചെത്തുക, ജനസമ്പർക്കം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഈദ്ഗാഹുകളിൽ സ്ത്രീകളും കുട്ടികളും ആർത്തവകാരികൾ പോലും പങ്കെടുക്കണം എന്നാണ്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ഇടം കൂടിയായിട്ടത് മാറണം. അതേപോലെ തന്നെ നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളെയും അതിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുക, സൗഹൃദ സദസ്സുകൾ രൂപപ്പെടുത്തുക എന്നതൊക്കെ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചും പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യർക്കിടയിൽ അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണിത്. ബോധപൂർവം അകലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയല്ല, മനുഷ്യ സമൂഹം ഒന്നാണ് എന്നുള്ള മഹത്തായ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റേതായ പങ്കുവയ്ക്കലുകൾ കൂടുതലായി ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കുടുംബ സന്ദർശനങ്ങൾ നടക്കണം. ആശുപത്രികളിൽ കഴിയുന്ന ബന്ധുമിത്രാദികളെ, സുഹൃത്തുക്കളെ സന്ദർശിക്കണം. അങ്ങനെ അവർക്കുകൂടി സന്തോഷം പകരുന്ന ഇടങ്ങളായിട്ട് ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തക്ബീറുകൾ മുഴക്കേണ്ടതുണ്ട്. ബലിപെരുന്നാളിൽ അറഫാ ദിനം സുബഹ് മുതൽ തക്ബീർ മുഴക്കൽ ആരംഭിക്കാം. എന്നിട്ടോ അയ്യാമുത്ത തശ്രീഖിൻ്റെ അഥവാ പെരുന്നാൾ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അസ്ർ നമസ്കാരം വരെയും ആ തക്ബീർ മുഴക്കൽ തുടരേണ്ടതുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും നമസ്കാര ശേഷമുള്ള സന്ദർഭങ്ങളിൽ തക്ബീർ മുഴക്കൽ ഏറെ
പുണ്യകരമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തിപ്പറയുക എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇങ്ങനെ മഹത്തായ ഈ സന്ദേശത്തെ അതിൻ്റെ എല്ലാ ആദിമ വിശുദ്ധിയോടുകൂടി നിലനിർത്താൻ കഴിയണം. പലപ്പോഴും യുവത്വം ആഘോഷവേളയിൽ അതിരുകവിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പടക്കം പൊട്ടിക്കലും അതുപോലെ ഉണ്ടല്ലോ, പല വിധത്തിലും സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുന്ന രൂപത്തിലുള്ള ധൂർത്തും ദുർവ്യയങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ ആഘോഷത്തെ കൂടി കാണുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. തീർച്ചയായും വരുന്ന പെരുന്നാളും അതുപോലെ ഹജ്ജ് കർമ്മവും എല്ലാം ലോകത്തിന് തന്നെ മഹത്തായ ഒരു നന്മയായി സുഹൃതമായിട്ട് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, ഏറ്റവും വിശുദ്ധമായ നന്മ നിറഞ്ഞ ഒരു നാളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. സ്നേഹവും സൗഹൃദവും സഹവർത്തിത്വവും നീതിയും സത്യവും പുലരുന്ന ഭാവി ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മർദ്ദിതരായ ജനസമൂഹങ്ങൾക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.